നിലമ്പൂരിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയൊരു ബോംബ് പൊട്ടും. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിനകത്ത് പോലും ഒരഭിപ്രായം പറയാനോ സ്റ്റാൻഡ് എടുക്കാനോ പോലും അൻവറിന് കഴിയുന്നില്ല. AP അനിൽകുമാറിനെതിരെ നല്ല കാൻഡിഡേറ്റ് നിർത്തിയാൽ ആ മണ്ഡലത്തിലും അട്ടിമറി ഉണ്ടാക്കാൻ പറ്റും. കൊണ്ടോട്ടിയും മഞ്ചേരിയും തമ്മിൽ CPM CPI വെച്ച് മാറിയാൽ മഞ്ചേരിയിൽ ഒരു ടൈറ്റ് ഫൈറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഗുജറാത്തിൽ BJP തകർന്ന് 0 സീറ്റിലെത്തിയാലും മലപ്പുറം മണ്ഡലം മുസ്ലിം ലീഗ് തന്നെ നിലനിർത്തും. കഴിഞ്ഞ തവണ കേരളത്തിൽ UDF പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് ഫിറോസ് കുന്നുംപറമ്പിലിനെയും ധർമ്മജനെയും കൊണ്ടുവന്നിട്ട് നിർത്തിയതാണ്. രാജമേ നമസ്കാരം. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഇപ്പോൾ തൃശ്ശൂർ, പാലക്കാട് വരെയുള്ളത് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ജില്ല എന്ന് പറയുന്നത് മലപ്പുറമാണ്. മലപ്പുറം ജില്ലയിൽ മൊത്തം 16 നിയമസഭാ നിയോജക മണ്ഡലങ്ങളാണ് ഉള്ളത്. ഇതിൽ UDF ഭൂരിപക്ഷമുള്ള ഒരു ജില്ല കൂടിയാണ് മലപ്പുറം എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ UDF കൈവശമാണ് ഉള്ളത്. 2026 എന്താണ് സംഭവിക്കുക? മലപ്പുറം ജില്ലയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒന്നാമത് നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ യാത്ര തുടങ്ങുമ്പം കാഞ്ഞങ്ങാട് തൊട്ട് പിന്നെ പാറശാല വരെയാണ് നടത്തുന്നത്. കാസർഗോഡ് നിന്ന് ഇങ്ങോട്ടാണ്, അല്ല മഞ്ചേശ്വരം തൊട്ട്, അല്ലേ, മഞ്ചേശ്വരം തൊട്ട് പിന്നെ പാറശാല വരെയാണ് നടത്തുന്നത്. നമ്മൾ നേരെ തിരിച്ച് പാറശാലയിൽ നിന്ന് തിരിച്ച് റിവേഴ്സ് ഓർഡറിലാണ് നമ്മളെ യാത്ര. കാസർഗോഡോട്ടാണ് പോകുന്നത്. പാലക്കാട് കഴിഞ്ഞ് പിന്നെ മലപ്പുറത്തേക്ക് എത്തുമ്പം മലപ്പുറത്തിൻ്റെ അങ്ങേ തളിക്കുന്നങ്ങ് തുടങ്ങാം. മലപ്പുറത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും UDF കുത്തക ജില്ലയാണത്. എല്ലാ കാലത്തും ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയ കാലം തൊട്ട് തന്നെ, അതായത് പ്രത്യേകിച്ചും ജില്ലാ പഞ്ചായത്തിന് മുമ്പ് ജില്ലാ കൗൺസിലാണ് തുടങ്ങുന്നത്. 1991 ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് ഇറാഖ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ 13 ജില്ലകളും LDF കിട്ടി, മലപ്പുറം ഒഴിച്ച്. ആ സമയത്താണ് നിയമസഭ പിടിക്കാമെന്നും കണ്ട് 1 വർഷം കാലാവധി നിലനിൽക്കെ നായനാർ മന്ത്രിസഭയെ രാജിവെപ്പിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയും, പക്ഷേ രാജീവ് ഗാന്ധിയുടെ മരണത്തിൻ്റെ തരംഗത്തിൽ UDF അധികാരത്തിൽ വരികയും കരുണാകരൻ മുഖ്യമന്ത്രിയാവുകയും ചെയ്യുന്നത്. കേന്ദ്രത്തിലും നരസിംഹറാവു വരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് ഒരു തൂക്കം ഇത് വരുന്നത്. മലപ്പുറം ജില്ല 2008 വരെ 12 സീറ്റായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ 12 സീറ്റിൽ പക്ഷേ ജനസംഖ്യാ അടിസ്ഥാനത്തിൽ ഡീലിമിറ്റേഷൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം അത് 16 സീറ്റായിട്ട് വർദ്ധിച്ചു. മറ്റ് പല ജില്ലകളിലും കുറയുകയും ചെയ്തിട്ടുണ്ട്. പല ജില്ലകളിലും മണ്ഡലങ്ങളുടെ എണ്ണം മൊത്തം 140 മണ്ഡലമായിട്ട് തന്നെ നിലനിന്നപ്പോൾ മലപ്പുറം ജില്ലയിൽ 4 മണ്ഡലങ്ങളുടെ എണ്ണം കൂടി. 4 മണ്ഡലങ്ങളുടെ എണ്ണം കൂടിയപ്പോൾ കുറ്റിപ്പുറം മണ്ഡലം അപ്രത്യക്ഷമായി. കുറ്റിപ്പുറത്ത് 2006 തെരഞ്ഞെടുപ്പിൽ PK കുഞ്ഞാലിക്കുട്ടിയെ അട്ടിമറിച്ച് ആണ് പിന്നെ കെട്ടിയിൽ ജയിക്കുന്നത്. 2006 തെരഞ്ഞെടുപ്പിലാണ് അവിടെ ഇടതുമുന്നണിക്ക് ഏറ്റവും വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ പറ്റിയത്. ആകെ 12 സീറ്റ് ഉണ്ടാകുമ്പോൾ 12-ൽ 4 സീറ്റ് പിടിക്കാൻ പറ്റി. 3-1 സീറ്റ്, 33% സീറ്റ് പിടിക്കാൻ പറ്റി. ആകെ എനിക്ക് ഓർമ്മയുള്ള രാഷ്ട്രീയ കാലഘട്ടത്തിൽ അങ്ങനെയാണ് പിന്നെ അവിടെ ഒരു വലിയ വിജയം ഉണ്ടായത്. പെരുന്തമണ്ണ പിടിക്കുന്നു V ശശികുമാറും, പിന്നെ മങ്കടയിൽ മഞ്ഞളാംകുടി അലി വിജയിക്കുന്നു, പൊന്നാനിയിൽ പിടിക്കുന്നു, അതോടൊപ്പം തന്നെ അന്ന് തിരൂര് പിടിക്കുന്നു PP അബ്ദുള്ളക്കുട്ടി. അങ്ങനെ 4 മണ്ഡലങ്ങളും പിടിക്കുന്നു. പാലോളിയാണ് അന്ന് പൊന്നാനിയിൽ മത്സരിച്ച് വിജയിച്ചത്. അതായത് 33%, 3-1 സീറ്റ് കിട്ടി, 12 സീറ്റ്. പക്ഷേ അവിടെ നിന്ന് പിന്നീട് അടുത്തുമുന്നണി പിന്നെ കീഴ്പോട്ട് പോവുക ചെയ്തത്. 12 എന്നുള്ളത് 16 സീറ്റായിട്ട് വർദ്ധിച്ചപ്പം ഇപ്പോൾ 25% സീറ്റായിട്ടാണ് പിന്നീടുള്ള തെരഞ്ഞെടുപ്പിലാവും മാറുന്നത്. താനൂര് കിട്ടി, പൊന്നാനി കിട്ടി, തവനൂര് കിട്ടി, നിലമ്പൂര് കിട്ടി. ഇപ്പം അതുമില്ല. ഇപ്പം നിലമ്പൂരും പോയി. നിലമ്പൂരും പോയെന്ന് പറയുമ്പം 16 സീറ്റിൽ കേവലം 3 സീറ്റാണ് ഇപ്പോൾ LDF കയ്യിലുള്ളത്. നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് വരുമ്പോൾ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ പഴയ നിലമ്പൂർ മണ്ഡലമല്ല 2008 ശേഷമുള്ളത്. 2008 ശേഷമുള്ള നിലമ്പൂർ മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2011 അവിടെ പിന്നെ അരിയാടൻ മുഹമ്മദ് മത്സരിച്ച് വിജയിക്കുന്നു. 2016 അവിടെ അൻവർ പിന്നെ അരയുടെ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തി ഇടതുമുന്നണിക്ക് വേണ്ടി പിടിച്ചെടുക്കുന്നു. 2021 VV പ്രകാശിനെ പരാജയപ്പെടുത്തി പിടിച്ചെടുക്കുന്നു എന്നൊക്കെ പറയുമ്പം 2008 ഡീലിമിറ്റേഷൻ വന്നതിന് ശേഷം മണ്ഡലത്തിൻ്റെ ഘടന മാറി. അവർക്ക് മൃഗീയമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന UDF ഉള്ള കാളികാവ് ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളെല്ലാം, കരുവാരമുണ്ട് എന്നുള്ള പ്രദേശങ്ങളെല്ലാം ഇതിൽ നിന്ന് പോന്നിരിക്കുക. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചാലിയാർ പഞ്ചായത്ത്, ഏറനാട് മണ്ഡലം പുതുതായിട്ട് രൂപീകരിക്കപ്പെട്ടപ്പോൾ അങ്ങോട്ടും പോയി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രാഷ്ട്രീയ മത്സരം നടക്കാവുന്ന സാഹചര്യമുള്ള UDF കുത്തക സീറ്റ് അല്ലാത്ത ഒരു മണ്ഡലം തന്നെയാണ് അവിടെ. സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്ന ചില പാളിച്ചകൾ ഒക്കെയാണ് ആ സാധ്യതകൾ ഇല്ലാതെയാക്കിയത്. എന്നാൽ നിലമ്പൂരിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയൊരു ബോംബ് പൊട്ടും. അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അത്രയും വലിയ അണുബോംബ് ആവത്തില്ലെങ്കിലും അത്യാവശ്യം മോശമില്ലാത്തൊരു ബോംബ് അവിടെ പൊട്ടാനുണ്ട്. ആ ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ അതെങ്ങനെയൊക്കെ ബാധിക്കും എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ് ആ ബോംബ്. അപ്പോൾ അത് പിന്നെ UDF സാധ്യതകളെ വല്ലാതെ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള ഒരു അവസരമുണ്ട്. പിന്നെ അതുമാത്രമല്ല, അൻവറിനെ സംബന്ധിച്ചിടത്തോളം ബാർഗൈനിങ് ശേഷി ഇവരില്ലാതാക്കി കളഞ്ഞു. വിഷയങ്ങളെല്ലാം പോയി. അൻവർ തുടർച്ചയായിട്ട് എത്രയാണെന്ന് കണ്ട ഒരാൾക്ക് ഓരോ വിഷയങ്ങളും കൊണ്ട് നടക്കാൻ പറ്റുന്ന ജില്ലാ വിഭജനം എന്നൊക്കെ പറഞ്ഞ് കടന്നു, ഒന്നും നടന്നു. പാവം സജീവഞ്ഞക്കടമ്പിനും കൂടെയുണ്ട്. ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ഇപ്പോൾ അവർ ചിത്രത്തിലില്ല. മറ്റേത് അവരെ ബൈറ്റ് എടുക്കാൻ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പോയിക്കൊണ്ടിരുന്ന ചാനലുകാർക്ക് പുതിയ വിഷയം കിട്ടിയപ്പോൾ അതിൻ്റെ പുറകെ പോയി. ആ വിഷയത്തിനകത്ത് പോലും, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിനകത്ത് പോലും ഒരഭിപ്രായം പറയാനോ സ്റ്റാൻഡ് എടുക്കാനോ പോലും അൻവറിന് കഴിയുന്നില്ല.
അങ്ങനെ ഒരു ഗതികെട്ട അവസ്ഥയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചുള്ള അവരുടെ ബാർഗൈനിങ് കപ്പാസിറ്റി കാരണം പി വി അൻവറിന് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം നേരത്തെ അറിയാമായിരുന്നു. അതായത് പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ അറിയാമായിരുന്നു. ആ കാര്യത്തെക്കുറിച്ച് അതിലേക്ക് നമുക്ക് പോകണ്ട, ഏകദേശം ബാക്കി പറയാം. അല്ല, അതൊക്കെ അവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാച്ചപ്പ് ചെയ്യാനേ പറ്റുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പലതും പറയാനുണ്ട്, അങ്ങനെ ഉണ്ടാവുന്നുള്ള വിഷയങ്ങളുണ്ടാവും. അപ്പോൾ നിലമ്പൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ ഇടതുമുന്നണിക്ക് തിരിച്ചു പിടിക്കാവുന്ന ഒരു മണ്ഡലമാണ്. ഇടതുമുന്നണി ആ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതിനുള്ള ആ ബോംബ് എന്താണെന്നുള്ളത് ഇപ്പോൾ അവർക്ക് ഇടതുമുന്നണിയുടെ അടുത്ത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അപ്പം അങ്ങനെ വന്ന് ആ ബോംബ് കൃത്യസമയത്ത് പൊട്ടിക്കുകയാണെങ്കിൽ ആ മണ്ഡലം അവർക്ക് നിഷ്പ്രയാസം തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അടുത്തത് വണ്ടൂർ മണ്ഡലമാണ്. വണ്ടൂർ മണ്ഡലം എന്ന് പറയുമ്പോൾ ഇത് രണ്ടും നിലമ്പൂർ താലൂക്കിലാണ്. വണ്ടൂർ മണ്ഡലം എന്ന് പറയുമ്പോൾ ആ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം തന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് ഓർമ്മയുള്ളൊരു കാലഘട്ടത്തിൽ അന്ന് തൊട്ടേ സംഭരണ മണ്ഡലമാണ്. 2008 ഡീലിമിറ്റേഷന് ശേഷവും മണ്ഡല പുനർനിർണയത്തിന് ശേഷവും അത് സംഭരണ മണ്ഡലമായിട്ട് തുടങ്ങി. പന്തളം സുധാകരൻ അവിടെ നിന്ന് പലതവണ മത്സരിച്ച് വിജയിച്ചു, മന്ത്രിയായിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് എൻ കണ്ണൻ അവിടെ നിന്ന് 96 CPM വേണ്ടിയിട്ട് മത്സരിച്ച് അരിവാൾ ചുറ്റി നക്ഷത്രം അടയാളത്തിൽ പഞ്ചായത്ത് മെമ്പറായിരുന്നു, ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു. സാധാരണക്കാരുടെ പാവം മനുഷ്യനാണ്. പാർട്ടിയുടെ കർഷക തൊഴിലാളി യൂണിയൻ്റെ ഭാരവാഹിയായിരുന്നു, CPM ഏരിയ സെക്രട്ടറി ആയിരുന്നു, ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു, ഒക്കെ ആയിരുന്നു. പക്ഷേ പുള്ളി എന്ന് വെച്ചാൽ അധികം വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് പുള്ളിയെ പലരും ദുരുപയോഗപ്പെടുത്തി. പുള്ളി കാരണം ആകെ സ്ഥലകാലക്രമം സംഭവിച്ച പോലെ MLA എന്ന പദവിയുടെ പുള്ളി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് എൻ്റെ മുമ്പിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ചിട്ട് SI സാറേ എന്ന് വിളിക്കുന്നത് ഞാൻ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പുള്ളിയുടെ ലെറ്റർ ഹെഡ് ചില ആവശ്യത്തിന് ചെല്ലുമ്പോൾ ഈ എന്താണെന്ന് വെച്ചാൽ എഴുതിക്കോ എന്ന് പറഞ്ഞിട്ട് 3-4 എടുത്ത് തരും നമുക്ക്. പുള്ളി അടിയിൽ ഒപ്പിട്ട് തരും. അത് പാവം മനുഷ്യൻ. പക്ഷെ അത് മിസ്യൂസ് ചെയ്ത കുറേ പേരുണ്ട്. ഞാനന്ന് മിസ്യൂസ് ചെയ്തിട്ടില്ല. ഞാനന്ന് പഠിക്കുന്ന കാലമാണ്. അപ്പോൾ എൻ കണ്ണൻ പക്ഷേ അന്ന് വിജയിച്ചെങ്കിലും പന്തളം സുധാകരനെ തോപ്പിച്ചെങ്കിലും പന്തളം സുധാകരൻ്റെ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ അവസാനം കുറിച്ചത് എൻ കണ്ണനാണ്. 2001 തെരഞ്ഞെടുപ്പിൽ അവിടെ പിന്നെ AP അനിൽകുമാർ വന്നു മത്സരിക്കുന്ന മണ്ഡലം പിടിക്കുന്നു. പിന്നെ 2001-ലും 2006-ലും 2011-ലും 2016-ലും 2021-ലും തുടർച്ചയായിട്ട് 5 തവണ അനിൽകുമാർ അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുകയാണ്. ഒരു തവണ കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ ലീഡ് കിട്ടിയത് 2011-ലാണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. പിന്നെ അത് കിട്ടിയത് ഈ AP അനിൽകുമാറിനാണ് കിട്ടിയത്. AP അനിൽകുമാറിനെതിരെ നല്ല കാൻഡിഡേറ്റ് നിർത്തിയാൽ ആ മണ്ഡലത്തിലും അട്ടിമറി ഉണ്ടാക്കാൻ പറ്റും. പി വി അൻവർ ഒരു പ്രധാനപ്പെട്ട ഘടകമായിരിക്കും. 10,000-ഓളം വോട്ട് വണ്ടൂർ മണ്ഡലത്തിൽ 2011 ലോക്സഭയിലേക്ക് സ്വതന്ത്രനായിട്ട് മത്സരിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഏറനാട് നിന്ന് കിട്ടിയിട്ടുണ്ട്, അതേപോലെ തന്നെ നിലമ്പൂരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, തിരുവമ്പാടി നിന്ന് 5000-ഓളം വോട്ട് കിട്ടിയിട്ടുണ്ട്. പി വി അൻവറിൻ്റെ ഫാക്ടർ ഇപ്പം പഴയ പോലെ ഏച്ചാത്ത ഒരവസ്ഥയുണ്ട്. കാരണം പാണ്ഡൻ നായരുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതൊരു ഓളമായിരുന്നു. ആ ഓളം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർ കൂടെ നിന്ന് എന്ത് കിട്ടും എന്നുള്ളത് നോക്കിയിട്ട് നിൽക്കുന്ന കുറേ പേരുണ്ട്. അവരൊക്കെ മറുകണ്ഠ ചാടിക്കഴിഞ്ഞു. പക്ഷേ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ കഴിഞ്ഞ തവണ തന്നെ അവർക്ക് പാളിച്ച പറ്റി. ഞാൻ അവരുടെ മുമ്പിൽ ഒരു പ്രപ്പോസൽ വെച്ചതാണ്. CPM-ൻ്റെ നേതൃത്വത്തിന് മുമ്പിൽ. അവിടുത്തെ ഏരിയ സെക്രട്ടറി ആയിരുന്ന പിന്നെ അബ്ദുൾ റസാഖ് ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. മറ്റൊരു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള പിന്നെ മുമ്പ് അവിടുത്തെ ഏരിയ ഭാരവാഹിയായിരുന്ന ഞാനൊക്കെ അവിടെ LC-യിലുണ്ടാകുമ്പോൾ BM ഷൗക്കത്ത്, ഇവരുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞത് ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു കക്ഷിയുണ്ട്, പഞ്ചായത്ത് മെമ്പറാണ്. ലീഗിൻ്റെ കോട്ടയിൽ നിന്ന് മത്സരിച്ച് ദളിത് വിഭാഗത്തിൽ തന്നെ പെട്ട, ഡിഗ്രി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നല്ല വിദ്യാഭ്യാസമുള്ള, നന്നായി കവിത എഴുതുകയും കഥ എഴുതുകയും നാടൻ കലകൾ അഭ്യസിക്കുകയും പിന്നെ അങ്ങനെയുള്ള ഒരുപാട് പിന്നെ വൈവിധ്യമാർന്ന ശേഷിയുള്ള, നന്നായിട്ട് കവിത ചൊല്ലുകയൊക്കെ ചെയ്യുന്ന നല്ല സംഘാടകനായിരുന്നു. SFIയുടെ ജില്ലാ കമ്മിറ്റി മെമ്പർ, ഏരിയ സെക്രട്ടറി ഒക്കെ ആയിരുന്നു. ചന്ദ്രനെ തെങ്ങേറ്റ തൊഴിലാളിയും കൂടിയാണ്. നിർത്തിയാൽ ആ മണ്ഡലത്തിൽ ഒരു അട്ടിമറി ഉണ്ടാക്കാൻ പറ്റും. കാരണം AP അനിൽകുമാറിന് ഈ പറഞ്ഞ പോലെ തന്നെ ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ലാത്തൊരാളാണ്. അങ്ങനെ പുള്ളി ശരിക്കും പറഞ്ഞാൽ സംഭരണ മണ്ഡലത്തിൻ്റെ പ്രതിനിധിയാണെന്ന് പറയുന്നത് പോലെ നാണക്കേടായി കണക്ക് കൂട്ടുന്ന ഒരാളാണ്. കൊടിക്കുന്നിൽ ആ കാര്യത്തിൽ മാന്യനാണ് കേട്ടോ. അതിനൊരു അഭിമാനപൂർവ്വം കൊണ്ടു നടക്കുന്ന ആളാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ പിന്നെ KC റൈറ്റാലാണ് AP അനിൽകുമാർ. അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ ആര്യാടൻ ഈ സീറ്റ് കൊടുക്കുന്നതും ഈ ഡീലൊക്കെ നടക്കുന്നതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പുറത്ത് ത്രെട്ട് വെച്ചിട്ടാണ് അനിൽകുമാറിനെ അല്ലെങ്കിൽ ഇവിടെ 2026 തോപ്പിക്കും എന്നുള്ള ത്രെട്ട് വെച്ചിട്ടാണ് DCC സെക്രട്ടറിമാരെ കൊണ്ട് വെപ്പിച്ചിട്ടാണ് ഈ സീറ്റ് റെഡിയാക്കുന്നത്, BS ജോയിയെ മാറ്റിയിട്ട്. പക്ഷേ അവിടെ നിന്ന് ഈ ചന്ദ്രനെ നിർത്തിയിരുന്നെങ്കിൽ ജയിക്കായിരുന്നു. ഇവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പള്ളിപ്പുറം പഞ്ചായത്തിനെ കണ്ട് പ്രസിഡൻ്റായിരുന്ന മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് സംഭരണ പിന്നെ പട്ടിക സംഭരണമായതുകൊണ്ട് മിഥുന എന്ന് പറഞ്ഞൊരു പെങ്കൊച്ചുണ്ടായിരുന്നു. ഡിഗ്രിക്ക് പഠിക്കുമ്പം പഞ്ചായത്ത് പ്രസിഡൻ്റായി. ആ കൊച്ചിൻ്റെ ഘട്ടത്തിൽ ലീഗിൽ നിന്ന് വിട്ടിങ്ങനെ പോന്നപ്പോൾ അതിനെ പിടിച്ചിട്ട് ഇവിടെ കൊടുന്ന് സ്ഥാനാർത്ഥിയാക്കി. അതിന് ഈ മണ്ഡലം എന്താണെന്ന് പോലും അറിയത്തില്ല, അതിനുള്ള മെച്ചൂരിറ്റി ഇല്ല. പക്ഷേ ആ കുട്ടിയെ CPM മാന്യമായിട്ട് അക്കോമഡേറ്റ് ചെയ്ത് KT ജലീൽ മുൻകൈ എടുത്തിട്ടാണ് ഡീല് നടത്തിയത്. സത്യത്തിൽ അതിനൊന്നും അറിയത്തില്ല, എട്ടുമുട്ടും തിരിയത്തില്ല. പക്ഷേ അതിനെ മന്ത്രിയുടെ സ്റ്റാഫിലാക്കി ജോലിയൊക്കെ കൊടുത്ത് അതിന് ജീവൻ സുരക്ഷിതമാക്കി. ഈ ചന്ദ്രനെ തന്നെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയാൽ, ചന്ദ്രൻ ആ മണ്ഡലംകാരനല്ല, ചന്ദ്രനെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയാൽ, ചന്ദ്രൻ 4 സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ രമ്യാരിദാസ് ആലത്തൂരുണ്ടാക്കിയൊരു ഇളക്കമുണ്ട്, അതിനപ്പുറത്തേക്കുള്ള ഇളക്കം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പിന്നെ ആളാണ് ചന്ദ്രൻ. ആ ചന്ദ്രനെ അവിടെ കൊണ്ടുവന്ന് നിർത്തിക്കഴിഞ്ഞാൽ അനിൽകുമാർ ചെല്ലുന്ന പോലെയല്ല, ഓരോ കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ അവരിൽ ഒരാളാവാൻ പറ്റും. ഓരോ സ്ഥലത്ത് ചെന്നാലും എഡ്യൂക്കേറ്റഡ് ആയ ആളുകളടുത്ത് അങ്ങനെ പെരുമാറാൻ പറ്റും. പിന്നെ നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല വായനയുണ്ട്, കാര്യങ്ങളുണ്ട്, അറിവുണ്ട്, നന്നായിട്ട് സംസാരിക്കാൻ കഴിയും. ചന്ദ്രനെ നിർത്തിയാൽ AP അനിൽകുമാറിനെ തോൽപ്പിക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്ത് ഏറനാട് മണ്ഡലം. 2008 നിലവിൽ വന്ന മണ്ഡലം. നിലമ്പൂരും വണ്ടൂരൊക്കെ ആദ്യമേ ഉള്ളത്, അതിൻ്റെ ഘടനയിൽ മാറ്റം വന്നതേ ഉള്ളൂ. ഈ വണ്ടൂർ മണ്ഡലത്തിനകത്തുള്ള വണ്ടൂർ പഞ്ചായത്ത്
അതേപോലെ തന്നെ വാണിയമ്പലം പോലെയുള്ള അങ്ങനെയുള്ള പല മേഖലകളും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോരൂർ പഞ്ചായത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത്യാവശ്യം നല്ല സ്വാധീനമുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. അത് വോട്ടാക്കി മാറ്റാൻ പറ്റിയ കാൻഡിഡേറ്റിനെ പ്ലേസ് ചെയ്യണം എന്നുള്ളത്. അവർ ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ടുള്ള വി രമേശിനെ അവിടെ പരീക്ഷിച്ചതിന് മുമ്പ് ശങ്കരൻ കൊലമ്പേലിനെ പരീക്ഷണങ്ങളിൽ പറ്റിയ കുഴപ്പം ഏറനാട് മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ ഏറനാട് മണ്ഡലത്തിൽ സിദിയാജിയുടെ മകനായിട്ടുള്ള പി കെ ബഷീറാണ് അവിടെ നിന്ന് മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം 11-ലും 16-ലും 21-ലും മത്സരിച്ച് വിജയിച്ചു. 3 ടൈമായി. 26 സാധ്യതയുള്ളത് എനിക്ക് തോന്നുന്നു. 3 ടൈം ആയതുകൊണ്ട് ഇപ്രാവശ്യം മാറ്റാൻ സാധ്യതയുണ്ടെന്നാണ് കേൾക്കുന്നത്. അവിടെ വരാൻ സാധ്യതയുള്ളത് MSFന്റെ ദേശീയ അധ്യക്ഷനൊക്കെ ആയിട്ടിരുന്ന TP അഷ്റഫ് വരാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് കിട്ടുന്നൊരു വിവരം. TP അഷ്റഫ് പറ്റിയ മണ്ഡലം തന്നെയാണ്. അത് UDFന്റെ മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ 2011 തെരഞ്ഞെടുപ്പിൽ PV അൻവർ അവിടെ CPIയുടെ സീറ്റാണ്. LDFന്റെ സ്ഥാനാർത്ഥിയെ 3-ാം സ്ഥാനത്താക്കി PV അൻവർ സ്വതന്ത്രനായിട്ട്, കാരണം അൻവറിൻ്റെ വീട് നിൽക്കുന്ന മണ്ഡലമാണ് എറണാകുളം മണ്ഡലം, ഒതായി ഉൾപ്പെടുന്നത്. അവിടെ 2-ാം സ്ഥാനത്തെത്തി. അതായത് CPMകാർ മുഴുവൻ അൻവറിന് വോട്ട് മറിച്ചു കൊടുത്തു. പക്ഷേ അതിനിപ്പം നടക്കത്തില്ല. അൻവറിന് അവിടെ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. UDFന്റെ ഭാഗമായി കൂടെ കൂട്ടിയാൽ മാത്രം ഏറെത്തെങ്കിലും കയറി നിൽക്കാൻ അവസരം കൊടുത്താൽ മാത്രമേ അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവിയുള്ളൂ. ഇല്ലെങ്കിൽ അത് പരിപൂർണമായിട്ട് അവസാനിക്കും. അപ്പം അവിടെ ആ മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ മണ്ഡലമാണ്. അത് പിടിച്ചെടുക്കൽ അസാധ്യമാണ്. കാരണം ഏറനാട് മണ്ഡലം മുസ്ലിം ലീഗ് തന്നെ നിലനിർത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അടുത്തത് അവിടെയുള്ളത് കൊണ്ടോട്ടി മണ്ഡലം. കൊണ്ടോട്ടി മണ്ഡലവും മുസ്ലിം ലീഗിൻ്റെ സീറ്റാണ്. അവിടെ പല ആൾക്കാരും മാറി മാറി വന്നു. അവിടെ TV ഇബ്രാഹിമാണ് കഴിഞ്ഞ 2 തവണയായിട്ട് MLA. TV ഇബ്രാഹിമിന് സ്വാഭാവികമായും 3ാമത്തെ ടേമും കൂടെ അവിടെ മത്സരിക്കാം. ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ചൊന്നും അവിടെ ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ നിലവിൽ CPMന്റെ സ്ഥാനാർത്ഥികളാണ് നിൽക്കുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയാണ് പരീക്ഷിക്കാറുള്ളത്. കൊണ്ടോട്ടിയിൽ ശരിക്കും പറഞ്ഞാൽ കൊണ്ടോട്ടി മണ്ഡലവും മഞ്ചേരി മണ്ഡലവും CPI ആണ് മത്സരിക്കുന്നത്. കൊണ്ടോട്ടിയും മഞ്ചേരിയും തമ്മിൽ CPMും CPIയും വെച്ച് മാറിയാൽ മഞ്ചേരിയിലൊരു ടൈറ്റ് ഫൈറ്റ് ഉണ്ടാക്കാൻ പറ്റും. കൊണ്ടോട്ടിയിൽ സമനില നിർത്തിക്കഴിഞ്ഞാൽ CPIക്ക്, ഞാൻ പേര് പറയുന്നുകൊണ്ട് വേറെ തെറ്റിദ്ധരിക്കണ്ട, കാരണം അവിടെ പിന്നെ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ AP അഹമ്മദ് മാഷെ പോലെയൊക്കെയുള്ള ആളുകളെയൊക്കെ പൊതുസമ്മതനായിട്ടുള്ള ആൾക്കാരെയൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ ജാതി മതത്തിനപ്പുറത്ത് യുക്തിപരമായി ചിന്തിക്കുന്ന ആളുകളുടെ വോട്ടുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. TV ഇബ്രാഹിം തന്നെ. പക്ഷേ കൊണ്ടോട്ടിൽ അട്ടിമറിക്കാൻ സാധ്യതയില്ല മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം, അവരുടെ കുത്തക മണ്ഡലങ്ങളിലൊന്നാണ്. അടുത്തത് വരുന്ന മഞ്ചേരി മണ്ഡലമാണ്. മഞ്ചേരി മണ്ഡലം എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് മുസ്ലിം ലീഗിൻ്റെ കോട്ട മണ്ഡലമായിരുന്നു. പിന്നെ M ഉമ്മർ, സഹകുരിക്കൾ ദീർഘകാലം, അഹമ്മദൂരിക്കൾ അവിടെ നിന്ന് മത്സരിച്ച് നല്ല MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു. അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ മരണപ്പെടുന്ന സമയത്ത്, നമ്മുടെ സപ്തകക്ഷി മുന്നണിയുടെ സമയത്താണെന്ന് തോന്നുന്നു അച്യുതാനൻ്റെ, ആ സമയത്ത് മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അനിയൻ മുനിസിപ്പൽ ചെയർമാനായിരുന്ന ഇസ്ഹാഖുരിക്കൾ അവിടെ നിന്ന് MLA ആവുന്നു. ഇസ്ഹാഖുരിക്കൾ 10-22 വർഷം MLA ആയി. പിന്നീട് അദ്ദേഹത്തിന് ആക്സിഡൻറ്റിൽ സുഖമില്ലാതായി, പിന്നെ ഓർമ്മക്കുറവൊക്കെ ആയി. അങ്ങനെ വന്നതിന് ശേഷമാണ് പിന്നീട് അവിടെ നിന്ന് ലീഗ് പുതിയ സ്ഥാനാർത്ഥികളെ പരീക്ഷിച്ചത്. M ഉമ്മർ സാഹിബ്, പഴയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അദ്ദേഹം അഡ്വക്കേറ്റ് M ഉമ്മർ. അദ്ദേഹം മഞ്ചേരി താമസക്കാരനാണ്. 2 ടൈം മത്സരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നീട് അഡ്വക്കേറ്റ് UA ലത്തീഫ്, നമ്മുടെ മമ്മൂട്ടിയുടെയൊക്കെ വളരെ അടുത്ത സുഹൃത്താണ്. അഡ്വക്കേറ്റ് UA ലത്തീഫ് മുമ്പ് മുനിസിപ്പൽ ചെയർമാനായിരുന്നു, ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹമാണ് കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ച് ജയിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് ചില ആരോഗ്യപരമായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്തവണ അദ്ദേഹത്തെ മാറ്റി പുതിയ ഒരാളെ കൊണ്ടുവരാനാണ് സാധ്യത. ഒരു പക്ഷേ അവിടെ പ്രാദേശികമായൊരു സ്ഥാനാർത്ഥിയെ നോക്കുകയാണെങ്കിൽ വല്ലാഞ്ചിറ മുഹമ്മദ് അലി എന്ന് പറഞ്ഞാൽ അവിടെ നിന്നുള്ള ഒരാളുണ്ട്, അദ്ദേഹത്തെ വരാൻ സാധ്യതയുണ്ട്. അതല്ല, മെമ്പർ സാഹിബ് ഉൾപ്പെടെയുള്ളൊരു താല്പര്യം എടുക്കുന്നത് ഷാഫി ചാലി ഉൾപ്പെടെയുള്ള ആളുകളെ കൊണ്ടുവരാനുള്ള എന്നുള്ള അഭിപ്രായം പൊതുവെ മണ്ഡലത്തിലുണ്ട്. അത് ആരടിക്കുന്നുള്ളത് പറയാൻ പറ്റില്ല. പക്ഷേ CPM ആ സീറ്റ് ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ CPMന് അവിടെ ജില്ലാ സെക്രട്ടറി മെമ്പർ VM ഷൗക്കത്ത് ഉൾപ്പെടെയുള്ളവരെ പരീക്ഷിക്കാവുന്നതാണ്. CPIക്ക് കഴിഞ്ഞവണ് നിർത്തിയത് ഡിബോണ നാസറായിരുന്നു. CPIക്ക് അവിടെ വലിയ ശക്തിയില്ല. കൊണ്ടോട്ടിയിൽ ഒരുപാട് ശക്തി ഉണ്ടായിട്ടല്ല, പക്ഷേ അട്ടിമറിക്കാനൊന്നും പറ്റുന്ന സ്ഥിതിയില്ല. കഴിഞ്ഞ തവണ അവിടെ BJPയുടെ ഇപ്പോഴത്തെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ലക്ഷ്മിനാഥാണ് മത്സരിച്ചത്. കുഴപ്പമില്ലാതെ വോട്ട് പിടിച്ച്. പക്ഷേ BJP അവിടെ വലിയ ഫാക്ടറല്ല. അടുത്ത മണ്ഡലം വരുമ്പോൾ മലപ്പുറം മണ്ഡലമാണ്. മലപ്പുറം മണ്ഡലം ചൈനയിൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതായാലും, ഗുജറാത്തിൽ BJP തകർന്ന് 0 സീറ്റിലെത്തിയാലും മലപ്പുറം മണ്ഡലം മുസ്ലിം ലീഗ് തന്നെ നിലനിർത്തും. അവിടെ ഇപ്പോൾ P ഉബൈദുള്ള 3 തവണ അവിടെ മുമ്പ് ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നതിന് ശേഷം 3 തവണ MLA ആയിട്ട് മത്സരിച്ചു. മുമ്പ് അവിടെ നിന്ന് പിന്നെ PK കുഞ്ഞാലിക്കുട്ടി MLA ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ആദ്യമായിട്ട് MLA ആവുന്ന അവിടെ നിന്നാണെന്നാണ് എൻ്റെ ഓർമ്മ. PK കുഞ്ഞാലിക്കുട്ടി ഒരു പക്ഷേ വേങ്ങരയിൽ നിന്ന് മലപ്പുറത്തേക്ക് മാറാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഒരു പക്ഷേ KN ഖാദറിനെ പോലെ സീനിയറായ വള്ളിക്കുന്ന് അദ്ദേഹം MLA ആയിട്ടുണ്ട്, കൊണ്ടോട്ടിയിൽ നിന്ന് MLA ആയിട്ടുണ്ട്, വേങ്ങരയിൽ നിന്ന് MLA ആയിട്ടൊക്കെ ഷോർട്ട് ടൈമാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ദേശാടന കിളിപ്പില്ല കഴിഞ്ഞ തവണ കൊണ്ടുപോയിട്ട് ഗുരുവായൂരാണ് നിർത്തിയത്. അപ്പോൾ അദ്ദേഹത്തെ ചിലപ്പോൾ ഒരു സീനിയർ ലീഡർ നിൽക്കട്ടെ എന്ന് കരുതിയിട്ട് അദ്ദേഹത്തെ പോലെ ഒരാളെ നിർത്താൻ സാധ്യതയുണ്ട്. പഴയ കമ്മ്യൂണിസ്റ്റുകാരനും കൂടിയാണ് അങ്ങനെ വന്നത്. അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. വേങ്ങരയിൽ കുഞ്ഞാലിക്കുട്ടി തുടരുകയാണെങ്കിൽ എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേങ്ങര കഴിഞ്ഞാൽ വള്ളിക്കുന്നാണ്. വള്ളിക്കുന്ന് ഇപ്പോൾ നിലവിലുള്ള MLA എന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ ഈ വേങ്ങരയും മലപ്പുറത്തും ഒക്കെ ഇടതു മുന്നണിക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന കാൻഡിഡേറ്റ്സ് ഇല്ല എന്നത് ഫാക്റ്റാണ് അവിടെ. പിന്നെ BJP അവിടെ നിന്നൊരു ഘടകമല്ല. BJP എടപ്പാൾ, താനൂർ അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ തീരദേശ മേഖലകളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ചില പ്രദേശങ്ങളിൽ മാത്രം, പൊന്നാനി ഒക്കെ അവർക്ക് എന്തെങ്കിലും കുറച്ച് വോട്ട് പിടിക്കാൻ പറ്റുന്നത്. ഈ ഭാഗത്തോട്ടൊന്നും അതില്ല. BJPക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിലമ്പൂർ സ്ഥിതി നമ്മൾ കണ്ടതാണല്ലോ. നേരെ പകുതിയായിട്ട് വോട്ട് കുറഞ്ഞത്. അവർ
ജോർജ് കുര്യൻ്റെ ഓഫീസിൽ നിന്ന് പ്രത്യേക നിർദ്ദേശപ്രകാരം സ്ഥാനാർത്ഥിയെ കിട്ടിയിരുന്നത് അന്ന് ബൂത്തിൽ പോലും 10 പേരെ വോട്ട് കിട്ടിയായിരുന്നത്. വള്ളിക്കുന്നിൽ അമീത് മാഷാണ് നിലവിലെ അവിടുത്തെ MLA. പക്ഷേ അമീത് മാഷ് നല്ലൊരു സംഘാടകനാണ്. അദ്ദേഹം ജില്ലാ സഹകരണ ബാങ്കിൻ്റെ ഭാരവാഹിയായിരുന്നു. അതോടൊപ്പം തന്നെ വള്ളിക്കുന്ന് ലീഗിൻ്റെ ഉറച്ച സീറ്റാണ്. എന്തൊക്കെ അട്ടിമറികളുണ്ടായാലും മുസ്ലിം ലീഗ് ജയിക്കും, ഒരു സംശയമില്ല. അത് ഫിക്സഡ് ഡെപ്പോസിറ്റാണത്. വള്ളിക്കുന്നിൽ അമീത് മാഷെ ചിലപ്പം മാറ്റി അവിടെ വേറൊരാളെ ലീഗ് കൊണ്ടു നിർത്താൻ സാധ്യതയുണ്ട്. PMA സലാമിനെ മാറ്റി ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു താല്പര്യം ലീഗ് നേതൃത്വത്തിനുണ്ട്. കാരണം നല്ല ഓർഗനൈസറാണ്, അതിനുള്ള കപ്പാസിറ്റി പ്രത്യേക. സംഘാടകനും പാർലമെൻ്ററി രംഗത്തെ പ്രവർത്തനവും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ലീഡർഷിപ്പ് ക്വാളിറ്റി ഏറ്റവും വരേണ്ടത് സംഘാടകനാണ്. ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് കൊണ്ടുവരിക എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ കീ പോസ്റ്റാണ്. അത് പണ്ട് കുഞ്ഞാലിക്കുട്ടി ഇരുന്ന സീറ്റാണ്, കൊലമ്പേൽ അഹമ്മദാജി ഇരുന്ന സീറ്റ് പദവിയാണ്. പണക്കാട്ട് തങ്ങളെക്കാൾ കൂടുതൽ ദൈനംദിന കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതാണ്. PMA സലാം ഓർഡർ ഫെയിലിയറാണ് എന്നുള്ള ഒരു ധാരണ പൊതുവിലുണ്ടാകുമ്പോൾ അദ്ദേഹത്തെ സംഘടനാ രംഗത്തേക്ക് മാറ്റി. അദ്ദേഹം ജില്ലാ ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് നന്നായിട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ്. പുതിയ ആളെ അവിടെ പ്ലേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പിന്നെ വേങ്ങര മണ്ഡലം എത്തുകയാണെന്നുണ്ടെങ്കിൽ വേങ്ങര മണ്ഡലത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒന്നിൽ കുഞ്ഞാലിക്കുട്ടി അവിടെ തുടരും, കുഞ്ഞാലിക്കുട്ടി അവിടെ നിന്ന് മാറുകയാണെങ്കിൽ വേറൊരാളെ കൊണ്ടുവരും എന്നുള്ളതാണ്. അല്ല, തിരുരങ്ങാടി മണ്ഡലത്തിലും വലിയ അത്ഭുതങ്ങൾക്കൊന്നും സാധ്യതയുള്ള മണ്ഡലമല്ല. തിരുരങ്ങാടിയാണോ തിരൂരാണോ ഇതിൽ ഏതോ ഒരു മണ്ഡലത്തിലാണ് കുറുക്കോളി മൊയ്തീൻ ഒരു തവണ MLA ആയി. ഇനി മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ലീഗ് സാധാരണക്കാരനാണ്, പാവപ്പെട്ട ഒരു മനുഷ്യന് സാധാരണക്കാരനാണ്. അയാൾക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഒരു യഥാർത്ഥ നാട്ടിൻപുറത്തെ ഗ്രാമീണൻ. അദ്ദേഹത്തെ പക്ഷേ ഒരു ടീമും കൂടെ അദ്ദേഹത്തെ നിർത്തും എന്നുള്ളതാണ് അറിയാൻ പറ്റുന്നത്. പക്ഷേ നമ്മളീ പറഞ്ഞ തിരുരങ്ങാടി, താനൂർ, വള്ളിക്കുന്ന് തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു മണ്ഡലങ്ങളിൽ ഒരു പക്ഷേ ഒരു പെൺകുട്ടി ഒരു വനിതാ സ്ഥാനാർത്ഥിയെ പരീക്ഷിക്കാനുള്ള സാധ്യതയുണ്ട്. കോഴിക്കോട് സൗത്തിലാണ് ഇവർ വനിതാ സ്ഥാനാർത്ഥികളെ ഗവർണർ നിസ അൻവറിനെ നിർത്തിയിട്ടുണ്ട്, നൂർബിന റഷീദിനെ കഴിഞ്ഞ തവണ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന മണ്ഡലങ്ങളിൽ കൊണ്ടു നിർത്തിക്കഴിഞ്ഞാൽ ഈ സമസ്തയ്ക്ക് അതങ്ങോട്ട് ദഹിക്കത്തില്ല. ഈ യാഥാസ്ഥിതിക ബോധത്തിൽ നിൽക്കുന്നവർ ആണും പെണ്ണും നമ്മൾ ഈ പെണ്ണുങ്ങളെ ജയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ പ്രശ്നമുള്ള പോലെയാണ്. അപ്പോൾ ഒരു ഉറച്ച സീറ്റിൽ കൊണ്ടുവന്ന് ഒരു പക്ഷേ നജിമ തബ്ഷീറ, ഫാത്തിമ തെഹ്ലിയ ഒക്കെ തുടങ്ങിയിട്ടുള്ള പെൺകുട്ടികളെ ഒരു പക്ഷേ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുതിയ കാലത്തിൻ്റെ രാഷ്ട്രീയത്തെ അഭിസംബോധന ചെയ്യാൻ മുസ്ലിം ലീഗിന് ഇന്ന് വരെ കേരള നിയമസഭയിൽ ഒരു വനിതാ അംഗം ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു പോരായ്മയെ മറികടക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. പിന്നീടുള്ളത് താനൂരാണ്. താനൂരെത്തുമ്പോൾ താനൂർ നിലവിലുള്ളത് മന്ത്രി V അബ്ദുറഹ്മാനാണ്. അപ്പോൾ അത് മേഴ്സി വരുമോ ഇല്ലയോ ഉള്ളോ എന്നുള്ളത് വലിയ ഘടകമാണ്. പക്ഷേ താനൂർ കഴിഞ്ഞ തവണ അദ്ദേഹത്തിനെതിരെ മത്സരിച്ച് PK ഫിറോസ് കോഴിക്കോട് സൗത്തിൽ അദ്ദേഹത്തെ പ്ലേസ് ചെയ്യുന്നതിനെ കുറിച്ചൊരു ആലോചന ലീഗിനകത്ത് നടന്നിരുന്നു എന്നാണ് ഞാൻ അറിയുന്നത്. പക്ഷേ നടന്നിരുന്നു എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്, ഇതിനു മുമ്പ് പറഞ്ഞിരുന്നത്. പക്ഷേ ഫിറോസിന് താല്പര്യം ഉണ്ടായിരുന്നു താനൂർ തന്നെ നിൽക്കണം എന്നുള്ളതായിരുന്നു. ഇപ്പം ഫിറോസിൻ്റെ സാധ്യതകൾക്ക് ഈ പുതിയ വിവാദങ്ങൾ, ഇപ്പം അനിയൻ്റെ കേസ് വിഷയമല്ല, അനിയൻ്റെ കേസിൽ നമ്മളൊക്കെ ഫിറോസിൻ്റെ കൂടെ നിന്നതാണ്. പക്ഷേ ഇപ്പോൾ നിൽക്കുന്ന വിഷയത്തിനകത്ത് ഫിറോസിനെ ന്യായീകരിക്കാൻ കഴിയാത്ത സ്ഥിതി പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഉണ്ട്. കാരണം അവിടെ പാർട്ട് ടൈം ജോലി ചെയ്യുന്നു പറയുന്നു, ഇവിടെ ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു പറയുന്നു. നമ്മളെ കണക്കിൽ എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം 24 മണിക്കൂറേ ഉള്ളൂ. കടലാസ് കമ്പനിയുടെ സെയിൽസ് മാനേജർക്ക് മാസം 5 ലക്ഷം രൂപ ശമ്പളം കൊടുക്കുന്നുണ്ട്. ഹവാലയാണെന്നും ആരോപണം വരുന്നുണ്ട്. അപ്പോൾ അതൊരു ബ്ലാക്ക് മാർക്കാവും. ഫിറോസ് അത് ഏത് മണ്ഡലത്തിൽ നിന്നാലും ഫിറോസിന് നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് മേഴ്സി വന്നില്ലെങ്കിലും ഇബ്രാഹിമാനോട് ദൈവം മേഴ്സി കാണിച്ചു, മറ്റേ മേഴ്സി കരുണ കാണിച്ചു എന്നുള്ളിടത്താണ് മെസ്സിയെ മേഴ്സി എന്നുള്ളത് നമ്മൾ EP ജയരാജൻ സ്കാവ് പറഞ്ഞോണ്ട് കേട്ടോ ഞാൻ ഈ മേഴ്സി എന്ന് പറയുന്നത്. അപ്പം മെസ്സി വന്നാലും വന്നില്ലെങ്കിലും അതിനേക്കാളും വലിയൊരു സാധനം ഫിറോസ് പോയി പെട്ടതുകൊണ്ട് അബ്ദുറഹ്മാന് പാർട്ടി മെമ്പർഷിപ്പിൽ വന്നിട്ടുണ്ട്, 2 തവണ MLA ആയി. പക്ഷേ പാർട്ടി മെമ്പർഷിപ്പിൽ വന്നെങ്കിലും അവിടെ അബ്ദുറഹ്മാൻ തിരൂരുകാരും താനൂരുകാർക്കും അബ്ദുറഹ്മാനെ മാമൻ എന്നാണ് വിളിക്കുന്നത്. മാമാപ്പണി എടുത്തിട്ടല്ല കേട്ടോ, മാമൻ എന്നുള്ളൊരു വിളിപ്പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പോൾ അബ്ദുറഹ്മാൻ അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് ജയിച്ച് വീണ്ടും സീറ്റ് നിലനിർത്തും. പിന്നീടുള്ളത് തിരൂർ നമ്മൾ തിരൂരങ്ങാടി പറഞ്ഞു കഴിഞ്ഞു. കോട്ടയ്ക്കലും അബ്ദു ഹുസൈൻ തങ്ങളാണെന്ന് തോന്നുന്നു, അത് അവിടെ തന്നെ വീണ്ടും മത്സരിക്കും. പിന്നെ തവനൂർ മണ്ഡലത്തിൽ KT ജലീൽ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് ഇടക്കാലത്ത് പറഞ്ഞിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് താല്പര്യമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. തവനൂർ മണ്ഡലത്തിൽ പക്ഷേ കോൺഗ്രസ്സാണ് അവിടെ മത്സരിക്കുന്നത്. കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് 2016 അവിടെ VV പ്രകാശ് മത്സരിച്ചു. കഴിഞ്ഞ തവണ മത്സരിച്ചത് ആദം മുർസിയായിരുന്നു തോന്നുന്നു. ഫിറോസ് കുന്നുംപറമ്പിൽ. കഴിഞ്ഞ തവണ കേരളത്തിൽ UDF പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് ഫിറോസ് കുന്നുംപറമ്പിലിനെ ധർമ്മജനെയും കൊണ്ടുവന്നിട്ട് നിർത്തിയതാണ്. ഇവിടെ ബാലുശ്ശേരിയിൽ ധർമ്മജനെ നിർത്തി. ധർമ്മജൻ്റെ കഷ്ടപ്പെട്ട് ഈ കോപ്രായം കാണിച്ചുണ്ടാക്കിയ 19 ലക്ഷം രൂപയും പോയി. അത് അവർ അടിച്ചെടുത്തുകൊണ്ട് പോയെന്ന് ധർമ്മജൻ തന്നെ പിന്നെ പറഞ്ഞു. കാരണം പിഷാരടി മുഖേന വെച്ച ഡീലാണ്. ഈ രമേശ് ചെന്നിത്തല കാസർഗോഡ് വിട്ട് തിരുവനന്തപുരം വരെ യാത്ര നടത്തില്ല, ഐക്യ കേരള യാത്ര എന്ന് പറഞ്ഞാൽ ഐശ്വര്യ കേരള യാത്ര. ഐശ്വര്യം മറ്റൊരു കൊണ്ടുപോയി, LDF അടിച്ചെടുത്തുകൊണ്ട് പോയി. ഈ ഐശ്വര്യ കേരള യാത്രയിൽ ഇടയ്ക്ക് വെച്ചിട്ട് രമേശ് പിഷാരടി ജോയിൻ ചെയ്ത് ആ യാത്രയ്ക്കകത്ത് ഏറ്റവും വലിയൊരു താരപ്രചാരകനായിട്ട് രമേശ് പിഷാരടി ലോഞ്ച് ചെയ്യുമ്പോൾ രമേശ് പിഷാരടിയുടെ അടുത്ത് ധർമ്മജൻ ഈ ആഗ്രഹം പറഞ്ഞു, എനിക്കൊന്ന് മത്സരിക്കണം എന്നുള്ളത് പറഞ്ഞു. ഈ സീറ്റിൻ്റെ രമേശ് പിഷാരടി വെച്ച ഡിമാൻഡാണ്.
അങ്ങനെയാണ് ബാലുശ്ശേരി പോയി മത്സരിക്കുന്നത്. അതുകൊണ്ടാണ് സച്ചിൻ ദേവിന് അത്ര വലിയ ഭൂരിപക്ഷം കിട്ടിയത് അവിടെ. പക്ഷേ UDFന് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ആലത്തൂർ MP ആയിരുന്ന രമ്യ ഹരിദാസ് ചേലക്കരയിൽ നിന്ന് രാധാകൃഷ്ണൻ ആലത്തൂർ മത്സരിച്ച് രമ്യയെ തോപ്പിച്ചപ്പം ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ രമ്യയെ നിർത്താതെ ബാലുശ്ശേരി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയണമായിരുന്നു. കാരണം അതേ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള കുന്നമംഗലത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു രമ്യ. ഇവർക്ക് പറ്റുന്ന അബദ്ധങ്ങൾ അതാണ്. പ്ലാനിങ് റിസർച്ച് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലല്ലോ, ഒന്നുമില്ല. അനലൈസ് ചെയ്യില്ല. ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ തവനൂര് അവിടെ ഇപ്പം പിന്നെ തവനൂര് പരിഗണിക്കപ്പെടുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് BS ജോയ് പരിഗണനയിലുണ്ട്. BS ജോയിക്ക് എന്തായാലും ഒരു ഷോർ സീറ്റ് കൊടുക്കണം എന്നുള്ളത് പിന്നെ ഒരു കാവ്യനീതി എന്ന രീതിയിൽ കോൺഗ്രസിന് മുമ്പിൽ നിൽക്കുന്നുണ്ട്. തിരുവമ്പാടി പോലെ കോഴിക്കോട് ജില്ലയിലെ ഒരു ഫൈറ്റിംഗ് മണ്ഡലത്തിൽ ലിൻഡോ ജോസഫ് പ്രത്യേകിച്ച് അവിടെ നന്നായിട്ട് നിറഞ്ഞു നിൽക്കുന്ന സ്ഥിതിക്ക് അവിടെ കൊണ്ടുവന്ന് നിർത്തിയാൽ എത്രത്തോളം ആയിരിക്കും എന്നൊരു സംശയം വന്നാൽ തവനൂർ കൊണ്ട് നിർത്താൻ സാധ്യതയുണ്ട്. പിന്നെ TK നൗഷാദ് അലി, പിന്നെ നമ്മുടെ ഇവിടെ CVL ഇന്റർവ്യൂ നടത്തിയിരുന്നു അല്ലേ, KP നൗഷാദ് അലി KPCC സെക്രട്ടറി. KP നൗഷാദ് അലി നല്ലൊരു കാൻഡിഡേറ്റ് ആണ്. അദ്ദേഹത്തെ മിക്കവാറും പൊന്നാനിയിലായിരിക്കും കൊണ്ടേ നിർത്താൻ സാധ്യത. തവനൂരും പരിഗണിക്കാൻ സാധ്യതയുണ്ട്. മൂന്നാമത് പരിഗണിക്കാൻ സാധ്യതയുള്ള ആൾ സന്ദീപ് വാര്യരാണ്, കോൺഗ്രസിന് വേണ്ടിയിട്ട് പരിഗണിക്കാൻ സാധ്യതയുള്ളത്. സന്ദീപ് വാര്യരെ ഒരുപക്ഷെ പാലക്കാട് തന്നെ പരിഗണിച്ചേക്കാനും സാധ്യതയുണ്ട്. സന്ദീപ് വാര്യരെ തൃശ്ശൂരും പരിഗണിക്കാൻ സാധ്യതയുണ്ട്, പാലക്കാടും പരിഗണിക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്തായാലും അടിത്തട്ടിലെ ചില ഈ കൃഷ്ണകുമാർ വിരുദ്ധ ലോബിയിൽപ്പെട്ട ആളുകൾക്കൊക്കെ സന്ദീപ് പോകാനിടയാക്കിയത് കൃഷ്ണകുമാറാണെന്നുള്ള ഒരു സാധനമുള്ള പേഴ്സണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവുമല്ലോ. 1000 BJP-ക്കാരുമായിട്ട് കണക്ഷൻ കാണുമല്ലോ, ഇടയ്ക്കൊന്ന് വിളിച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നവര്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും മറികടന്ന് സന്ദീപിന് പാലക്കാട് നിന്ന് ജയിക്കാൻ പറ്റുന്ന സ്ഥിതി വന്നാൽ അവിടെ തന്നെ പ്ലേസ് ചെയ്യും. അവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ സന്ദീപും സരിനും ഒക്കെ തമ്മിലുള്ള മത്സരം വരുമ്പം സത്യത്തിൽ പിന്നെ സരിൻ എന്ന് പറഞ്ഞാൽ അവിടെ BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് ആര് വരുന്നുള്ളതായിരിക്കും, മറ്റേ പയ്യനായിരിക്കും ചിലപ്പോൾ വരുന്നത്. അതല്ല അവസാന ഘട്ടത്തിൽ അവർ ശോഭാ സുരേന്ദ്രനെ അവിടെ കൊണ്ട് നിർത്തുകയാണെങ്കിൽ ചിത്രം കളം മാറും. അപ്പോൾ മലപ്പുറത്ത് തവനൂര് ഈ 3 പേർക്കും സാധ്യതയുണ്ട്. BS ജോയ്, KP നൗഷാദ് അലി, ഒരു പക്ഷേ സന്ദീപ് വാര്യരും വന്നേക്കാൻ സാധ്യതയുണ്ട്. കാരണം അവിടെ പിന്നെ ഫിറോസ് കുന്നംപറമ്പിലായിട്ട് പോലും 3000 വോട്ടിനാണ് ജലീൽ ജയിച്ചത്. അപ്പോൾ ജലീൽ പക്ഷേ ഒരു വലിയ ഫാക്ടറാണ്. ജലീൽ അല്ല എന്നുണ്ടെങ്കിൽ LDF ആ മണ്ഡലം നിലനിർത്തൽ അസാധ്യമാണ്. ജലീലിന് സ്വന്തമായിട്ടൊരു വോട്ട് ബാങ്ക് ഉണ്ട്. പക്ഷേ ജലീലിനെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് ലീഗ് ഇത് പണിയെടുക്കും. ലീഗിൻ്റെ ഏറ്റവും വലിയ ഇപ്പം കേരളത്തിലെ BJP-യുടെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് M സ്വരാജും, ഒന്ന് VT ബലറാമും, ഒന്ന് സന്ദീപ് വാര്യരുമാണ്. അതിലിപ്പം VT ബലറാമിനോട് പഴയ ശത്രുത ഇപ്പം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. രാഹുൽ മാങ്കൂട്ടത്തിനോടുകൂടി അതേപോലെ തന്നെ ഇവർക്ക് ഏറ്റവും കൂടുതൽ ശത്രുതയുള്ള ഒരാളാണ് KT ജലീൽ. മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞാൽ KT ജലീലാണ്. മുസ്ലിം ലീഗിനെ എപ്പോഴും മുൾമുനയിൽ നിർത്തുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം വരെ നടത്തുന്ന ഒരാളാണ് KT ജലീൽ. അങ്ങനെയുള്ള സോഴ്സ് ലീഗിൽ നിന്ന് തന്നെ ആയിരിക്കും കിട്ടുന്നതും ഈ വിവരങ്ങളൊക്കെ, അല്ലാതെ വേറെ ആരും കൊടുക്കാനില്ലല്ലോ. ആ സീറ്റ് കണ്ണുവെച്ച അടുത്ത ആളാണല്ലോ ഈ സാധനം കൊടുക്കുന്നത്. പിന്നെ ഉള്ളത് പൊന്നാനി സീറ്റാണ്. പൊന്നാനി സീറ്റിൽ ഞാൻ പറഞ്ഞല്ലോ, KP നൗഷാദ് അലി ഏറ്റവും കൂടുതലും അദ്ദേഹം പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള മണ്ഡലം പൊന്നാനി തന്നെയാണ്. പൊന്നാനിയിലെ നിലവിലെ ML നന്ദകുമാർ CIT നേതാവാണ്, പ്രായമൊക്കെയായി. അദ്ദേഹം ഇനി മത്സരിക്കാൻ സാധ്യതയില്ല. നമ്മൾ കുറേ കാലങ്ങളായിട്ട് അവിടെ ഇടതുമുന്നണിയാണ് മത്സരിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇടക്കാലത്ത് MP ഗംഗാധരനൊക്കെ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുള്ളതാണെങ്കിലും പിന്നെ ഇമ്പിച്ചുമാവ് അവിടെ നിന്ന് മത്സരിച്ചും മന്ത്രിയായതാണ്. പെരുന്തമണ്ണയും പൊന്നാനി എന്ന് പറഞ്ഞാൽ CPM-ന് ഏറ്റവും സംഘടനാപരമായ അടിത്തറയുള്ള 2 മണ്ഡലങ്ങളാണ് ആ ജില്ലയ്ക്കകത്ത്. പൊന്നാനിയിൽ നന്നായിട്ടും മാറുമ്പോൾ പകരം അവിടെ PK ഖലീഫുദ്ദീൻ, ജില്ലാ സെക്രട്ടറി മെമ്പർ PK ഖലീഫുദ്ദീൻ വരികയാണെങ്കിൽ വിജയസാധ്യത നൗഷാദ് അലിയുമായിട്ടൊരു മത്സരം വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിനാണ്. കോൺഗ്രസിൽ പിന്നെ സ്ഥാനാർത്ഥികളാവാൻ സാധ്യതയുള്ള 2 പേരാണ്. ഒന്ന് PT അജീബ് മോഹൻ, UDF-ന്റെ ജില്ലാ കൺവീനർ, പഴയ PT മോഹനകൃഷ്ണന്റെ മകൻ, പിന്നെ ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് പ്രസിഡന്റായിരുന്നു. പിന്നെ ഉള്ള ഒരാൾ AM രോഹിത്. BS ജോയി കേസിന് സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോൾ വൈസ് പ്രസിഡന്റ് ആയിരുന്നു രോഹിത് കഴിഞ്ഞ ഉടനെ തോറ്റതാണ്. പിന്നെ നൗഷാദ് അലി വരികയാണെങ്കിൽ ഒരു ക്ലാസിക് പോരാട്ടത്തിലേക്ക് അത് പോകും. പക്ഷേ TM സിദ്ദിഖ് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ TM സിദ്ദിഖ് അങ്ങ് രക്ഷപ്പെട്ട് പോരാൻ സാധ്യതയുണ്ട് പൊന്നാനി എന്നുള്ളതാണ്. അവസാനമായിട്ട് പറയാനുള്ളത് പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ നിലവിലുള്ള കഴിഞ്ഞ തവണ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിന് ജയിച്ച സ്ഥാനാർത്ഥിയാണ് നജീബ് കാന്തപുരം. അതൊരു പണച്ചാക്കിനെയാണ് അവിടെ ഇടതുമുന്നണി ഇറക്കുമതി സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവന്നത്. അതേസമയം 2006 അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ച 2011 മഞ്ഞളാംകുടി അലിയോട് പരാജയപ്പെട്ട B ശശികുമാറിനെ തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫൈറ്റിലേക്ക് അത് പോകും. പക്ഷെ പെരിന്തൽമണ്ണയിലൊക്കെ നജീബ് കാന്തപുരം ഒരുപാട് മുൻപോട്ട് പോയി കഴിഞ്ഞു. കാരണം അദ്ദേഹം അവിടെ വളരെ സൗമ്യനാണ്, സ്വീകാര്യനുമാണ്. അവിടെ ഈ പിന്നെ റീൽസ് ഇട്ട് കളിക്കുന്ന ആളുകൾ വളരെ സ്വീകാര്യനാണ്. അപ്പം CPM-ന്റെ ഭാഗത്തുനിന്ന് പിന്നെ അവിടെ നിർത്താൻ വേറെ സ്ഥാനാർത്ഥികളും ഇല്ല. ആകെ പരീക്ഷിക്കാൻ പറ്റുന്നത് B ശശികുമാർ അല്ലെങ്കിൽ V ശശികുമാറിന്റെ ഭാര്യ മിസ KSTയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള. പക്ഷേ കാരണം ആ മണ്ഡലത്തിന്റെ പ്രബുദ്ധത എന്ന് പറഞ്ഞാൽ ഇവർ ഇന്റർകാസ്റ്റ് മാരേജാണ്. എന്നിട്ട് പോലും ശശികുമാർ ജയിച്ചിട്ടുണ്ട്. മഞ്ഞളാംകുടി അലി മാറിയതിന് ശേഷം പിന്നീട് അവിടെ ശശികുമാർ അല്ല മത്സരിച്ച്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നജീബ് കാന്തപുരം, അന്നത്തെ നജീബ് കാന്തപുരം അല്ല ഞാൻ പറഞ്ഞില്ല, ഇപ്പം മഞ്ചേശ്വരത്തെ AKM അഷ്റഫിനെ പോലെ തന്നെ സൈലന്റ് അച്ചീവറാണ്. അപ്പം അതുകൊണ്ട് ഇതാണ് മണ്ഡലത്തിന്റെ സ്ഥിതി. വണ്ടൂരും നിലമ്പൂരും വേണമെങ്കിൽ ഇടതുമുന്നണിക്ക് നിഷ്പ്രയാസം പിടിച്ചെടുക്കാവുന്ന 2 മണ്ഡലങ്ങളാണ്. കൺസൾട്ടിംഗ് ഫീസ് തരികയാണെങ്കിൽ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. പക്ഷേ പൊന്നാനി നിലനിർത്താൻ അവർക്ക് ഞാൻ പറഞ്ഞ പിന്നെ ഏറെക്കുറെ സാധ്യത ഉണ്ട്. തവനൂര് പിന്നെ നല്ല ഫൈറ്റിലേക്ക് പോകും. താനൂര്
പി കെ ഫിറോസ് ആണെങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽ അദ്ദേഹത്തിന് ഭയങ്കര ദുഷ്കരമായിരിക്കും. പിന്നെ മെസ്സി വരാതിരിക്കുകയും പി കെ ഫിറോസും രണ്ടും കൂടെ ആകുമ്പോൾ ആകെ ചർച്ച വരും എന്നുള്ള കാര്യം ഉറപ്പായല്ലോ. ഉറപ്പായി. അപ്പം അങ്ങനെ വരുമ്പം പിന്നെ അതെന്താണെന്ന് പറയാൻ പറ്റില്ല. പെരുന്തമണ്ണയും ശശിയേട്ടൻ വരികയാണെങ്കിൽ നല്ലൊരു മത്സരത്തിലേക്ക് പോകും. പക്ഷേ രജീവ് കാന്തപുരം കുറഞ്ഞ വോട്ടുകൾക്കും ജയിച്ചു പോരാനാണ് സാധ്യത എന്നാണ് തോന്നുന്നത്. മങ്കടയിൽ മഞ്ഞളാംകുടി അലി മാറുകയാണെങ്കിൽ അവിടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള പി കെ അബ്ദുള്ള നവാസിനെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മത്സരത്തിലേക്ക് ആ മണ്ഡലവും പോകും എന്നാണ് ഇപ്പോൾ പറയാൻ പറ്റുന്നത്.